ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32-വിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ കേപ്പ് വെർദെ എന്ന കുഞ്ഞൻ രാജ്യം ശരിക്കും വിറപ്പിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ മയാമി സ്റ്റേഡിയത്തിൽ ഇന്ന് നടന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധമായിരുന്നു. 2 തവണ അർജന്റീന മുന്നിലെത്തിയപ്പോഴും കട്ടയ്ക്ക് കട്ടയായി തിരിച്ചടിച്ച് അർജന്റീൻ ക്യാമ്പിനെ ശ്വാസം അടക്കിപ്പിടിച്ച നിമിഷങ്ങളിലേക്ക് തള്ളിവിട്ടു കേപ്പ് വെർദെ. ഒടുവിൽ എക്സ്ട്രാ ടൈമിന്റെ 110-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ ഒരു കോർണർ കിക്ക് സൃഷ്ടിച്ച നാടകീയതയിൽ പിറന്ന ഓൺ ഗോളാണ് അർജന്റീനയെ പ്രീ ക്വാർട്ടറിലേക്ക് നയിച്ചത്. മത്സരത്തിന്റെ തുടക്കം മുതൽ കേപ്പ് വെർദെ മികച്ച പ്രതിരോധമാണ് കാഴ്ചവെച്ചത്. എന്നാൽ ആദ്യ ഹൈഡ്രേഷൻ ബ്രേക്കിന് തൊട്ടു പിന്നാലെ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഒരു കൃത്യതയാർന്ന ലോങ് പാസ് നെഞ്ചിലൊതുക്കി മുന്നോട്ട് കയറി വന്ന കീപ്പർ വൊസീഞ്ഞയ്ക്ക് മുകളിലൂടെ മനോഹരമായ ഒരു ചിപ്പ് ഷോട്ടിലൂടെ ലയണൽ മെസ്സി അർജന്റീനയെ മുന്നിലെത്തിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സിയുടെ 20-ാം ഗോളായിരുന്നു അത്. ഈ ഗോളോടെ ഗോൾഡൻ ബൂട്ട് റേസിലും മെസ്സി വീണ്ടും മുന്നിലെത്തി. എന്നാൽ രണ്ടാം പകുതിയിൽ കളി മാറി. 57-ാം മിനിറ്റിൽ ഡെറൈ ഡുവോർട്ടെ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാലുകൾക്കിടയിലൂടെ പായിച്ച ഒരു തകർപ്പൻ ഷോട്ടിലൂടെ കേപ്പ് വെർദെക്ക് അവിശ്വസനീയ സമനില സമ്മാനിച്ചു. കീപ്പർ വൊസീഞ്ഞയുടെ തകർപ്പൻ സേവുകൾ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടി. എക്സ്ട്രാ ടൈം തുടങ്ങി 2-ാം മിനിറ്റിൽ തന്നെ ഒരു കോർണറിൽ നിന്നും ലഭിച്ച ലൂസ് ബോൾ വലയിലെത്തിച്ച് ലിസാൻഡ്രോ മാർട്ടിനസ് അർജന്റീനയ്ക്ക് വീണ്ടും ലീഡ് നൽകി. എന്നാൽ കേപ്പ് വെർദെ അപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ബോക്സിന്റെ അരികിൽ നിന്നും സിഡ്നി ലോബസ് കബ്രാൽ തൊടുത്ത ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്നായ ഒരു അസാധ്യ കേളിംഗ് ഷോട്ടിലൂടെ കേപ്പ് വെർദെ വീണ്ടും അർജന്റീനയെ സമനിലയിൽ പൂട്ടി. ഷൂട്ടൌട്ടിലേക്ക് കളി നീങ്ങുമെന്ന് ആരാധകർ ഭയപ്പെട്ട നിമിഷത്തിലാണ് 110-ാം മിനിറ്റിൽ ലയണൽ മെസ്സി എടുത്ത മാർഗമായ ഒരു കോർണർ കിക്ക് കേപ്പ് വെർദെ താരം ഡിനി ബോർഗസിന്റെ ശരീരത്തിൽ തട്ടി സ്വന്തം വലയിൽ തന്നെ കയറുന്നത്. ഈ ഓൺ ഗോളോടെ നിലവിലെ ചാമ്പ്യന്മാർ പ്രീ ക്വാർട്ടർ ബെർത്ത് ഉറപ്പിച്ചു. ജൂലൈ 7-ന് അറ്റ്ലാന്റയിൽ വെച്ച് നടക്കുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ മുഹമ്മദ് സലയുടെ ഈജിപ്താണ് അർജന്റീനയുടെ എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.